അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ പരിശുദ്ധ ഖുർആനിലെ 40-ാം അധ്യായം സൂറത്തുൽ മുഅ്മിൻ, അതിൻ്റെ അർത്ഥവും ആശയവും 12-ാം ആയത്ത് മുതലുള്ള വചനങ്ങളുടെ അർത്ഥവും ആശയവുമാണ് ഇതിൽ പറയുന്നത്. ഇൻഷാ അല്ലാഹ് വീഡിയോയിലേക്ക് പോകാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ذلكم بأنه إذا دعي الله وحده كفرتم وإن يشرك به تؤمنوا فالحكم لله العلي الكبير. ذلكم, ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളതിന് കാരണം ബി അന്നഹു ഇദാ ദുഇ അല്ലാഹു വഹദ, അള്ളാഹുവിനോട് മാത്രമായി പ്രാർത്ഥിക്കപ്പെടുമ്പോൾ കഫർത്തും, നിങ്ങളെ നിഷേധിച്ചു. വൈ യുശ്റക് ബിഹി തുഅ്മിനു, അവനോട് ആരെങ്കിലും എന്തെങ്കിലും പങ്കുചേർത്തിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്താലോ തുഅ്മിനു, നിങ്ങളെ വിശ്വസിക്കുകയും ചെയ്തിരുന്നു. ഫൽ ഹുക്കുമു ലില്ലാഹിൽ അലിയിൽ കബീർ, ഇന്ന് വിധി കൽപ്പിക്കാനുള്ള അവകാശവും അധികാരവും അള്ളാഹുവിന് മാത്രമാണ്. ഇതിൻ്റെ മുൻവചനത്തിൽ പറഞ്ഞത് സത്യനിഷേധികളായ ആളുകൾ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് കരഞ്ഞ് പറയും, പടച്ചോനെ ഞങ്ങളെ 2 പ്രാവശ്യം മരിപ്പിച്ചു, 2 പ്രാവശ്യം ജീവിപ്പിച്ചു, നീ ശക്തനാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി, ഞങ്ങളുടെ പാപങ്ങൾ ഇതാ ഞങ്ങൾ ഏറ്റുപറയുന്നു, ഞങ്ങളെ ഒന്ന് എന്തെങ്കിലും പുറത്തു കിടക്കാനുള്ള ഒരു വഴി പറഞ്ഞാലെന്ന് പറയുമ്പോഴാണ് അവർക്ക് മറുപടി കിട്ടുന്നത്. എന്തേ, ഞങ്ങൾക്കിങ്ങനെ സംഭവിക്കാനുള്ള കാരണം അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കപ്പെടുമ്പോൾ നിങ്ങൾ നിഷേധിക്കുകയും അവനോട് പങ്കു ചേർക്കപ്പെടുമ്പോൾ അതിൽ നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്തു. അതാണ് നിങ്ങൾക്ക് പറ്റിപ്പോയത്. ഇനി ഭൗതിക ലോകത്തേക്ക് മടക്കിയാലും നിങ്ങൾ അവിടെ പോയിട്ട് ഇങ്ങനെയൊക്കെ തന്നെയാന്ന് കാട്ടിക്കൂട്ടുക. അതുകൊണ്ട് ഇന്നത്തെ വിധി കൽപ്പിക്കൽ അള്ളാഹുവിന് മാത്രമുള്ളതാണ്. വല്ലദീ യുരീക്കും ആയാതിഹി വയുനസ്സിലു ലക്കും മിനസ്സമാഇ റിസ്കാ വമാ യതദക്കറു ഇല്ലാ മൻ യുനീബ്. വല്ലദീ യുരീക്കും ആയാതിഹി, ഹുവല്ലദീ, ആ അള്ളാഹു ഒരുത്തനാണ്, യുരീക്കും ആയാതിഹി, തൻ്റെ ദൃഷ്ടാന്തങ്ങളെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നവൻ, വയുനസ്സിലു ലക്കും മിനസ്സമാഇ, ആകാശത്ത് നിന്ന് അവൻ നിങ്ങൾക്ക് ഇറക്കിത്തരുന്നു റിസ്ക, ഭക്ഷണം, വമാ യതദക്കറു ഇല്ലാ മൻ യുനീബ്, ഇത്തരം കാര്യങ്ങൾ അള്ളാഹുവിങ്കിലേക്ക് മടങ്ങാൻ ഉദ്ദേശിക്കുന്നവനല്ലാതെ ചിന്തിക്കുകയില്ല. ഫദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, അതിനാൽ നീ നിന്റെ കീഴ്വണക്കം അള്ളാഹുവിനെ നിഷ്കളങ്കമാക്കിക്കൊണ്ട് അവനോട് പ്രാർത്ഥിക്കണം. വലൗ കരിഹൽ കാഫിറൂൻ, സത്യനിഷേധികൾ അത് വെറുത്താലും ശരി. ഫദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ വലൗ കരിഹൽ കാഫിറൂൻ, അതിനാൽ നിന്റെ പരമമായ വണക്കം അള്ളാഹുവിന് മാത്രം നിഷ്കളങ്കമാക്കിക്കൊണ്ട് അവനോട് നീ പ്രാർത്ഥിക്കുക. സത്യനിഷേധികൾ അത് വെറുത്താലും ശരി. റഫീഉദ്ദറജാതി ദുൽ അർശി യുൽക്കി റൂഹ മിൻ അംരി അലാ മൻ യശാഉ മിൻ ഇബാദിഹി ലിയുൻദിറ യൗമത്തലാഖ്. റഫീഉദ്ദറജാതി, അവൻ്റെ ദർജകൾ ഉയർന്നവനാണ്. ദുൽ അർശി, അർശിൻ്റെ ഉടമസ്ഥനുമാണ്. യുൽക്കി റൂഹ മിൻ അംരിഹി, തൻ്റെ
റൂഹിനെ, തൻ്റെ കൽപ്പനയെ റൂഹിലേക്ക് അവൻ ഇട്ടുകൊടുക്കുന്നു. അലാമയശാവ് മിൻ ഇബാദിഹി, തൻ്റെ അടിമകളിൽ നിന്ന് താൻ ഉദ്ദേശിക്കുന്നവർക്ക്. ലിയുന്ദിറ യൗമ തലാക്ക്, പരസ്പരം കണ്ടുമുട്ടുന്ന ദിവസത്തെ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകാൻ വേണ്ടി. റഫീഉദ്ദറജാത്തി ദുൽ അർശി യുൽഖി റൂഹ മിൻ അംരിഹി അലാ മൻ യശാഉ മിൻ ഇബാദിഹി ലിയുൻദിറ യൗമ തലാഖ്. അവൻ ഉത്കൃഷ്ട വിശേഷണങ്ങളുള്ളവനും അർശിൻ്റെ ഉടമസ്ഥനുമാണ്. തൻ്റെ ദാസന്മാരിൽ നിന്ന് താൻ ഉദ്ദേശിക്കുന്നവർക്ക് തൻ്റെ കൽപ്പന അനുസരിക്കുന്ന സന്ദേശം അവൻ അറിയിച്ചു കൊടുക്കുന്നു. അന്യോന്യം കണ്ടുമുട്ടുന്ന ദിവസത്തെ സംബന്ധിച്ച്, അതായത് അവസാന നാളിനെ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകാൻ വേണ്ടിയാണ്. യൗമഹും ബാരിസൂന ലാ യഖ്ഫാ അലല്ലാഹി മിൻഹും ശൈആ ലാ യഖ്ഫാ അലല്ലാഹി മിൻഹും ശൈഉൻ ലിമനിൽ മുൽക്കുൽ യൗം ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. അതായത് യൗമ ഹും ബാരിസൂന, ജനങ്ങൾ പുറത്തു വരുന്ന ദിവസത്തെക്കുറിച്ച്. ലാ യഖ്ഫാ അലല്ലാഹി, അള്ളാഹുവിൽ നിന്ന് മാഞ്ഞു പോകൂല. മിൻഹും ഷൈഅ, ഒരു കാര്യവും മറച്ചു വെക്കാനോ മറഞ്ഞു പോവുകയോ ഇല്ലാത്ത ദിവസം. ലിമനിൽ മുൽക്കുൽ യൗം, ഇന്നത്തെ ദിവസം ആർക്കാണ് രാജാധികാരം? ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, ഏകനും സർവാധിപതിയുമായ അള്ളാഹുവിന് തന്നെ. അതായത് ജനങ്ങൾ പുറത്തു വരുന്ന ദിവസത്തെക്കുറിച്ച് അവനിൽ നിന്നും യാതൊരു കാര്യവും അള്ളാഹുവിന് മറഞ്ഞു പോവുകയില്ല. ഇന്ന് ആർക്കാണ് രാജാധികാരം? ഏകനും സർവാധിപതിയുമായ അള്ളാഹുവിന് തന്നെ. അൽയൗമ തുജ്സാ കുല്ലു നഫ്സിൻ ബിമാ കസബത് ലാ ദുൽമൽ യൗം ഇന്നല്ലാഹ സരീഉൽ ഹിസാബ്. അൽയൗമ, ഇന്നത്തെ ദിവസം, തുജ്സാ കുല്ലു നഫ്സിൻ ബിമാ കസബത്, ഓരോ ശരീരത്തിനും അവൻ ചെയ്തതിൻ്റെ പ്രതിഫലം നൽകപ്പെടും. ലാ ദുൽമൽ യൗം, അന്ന് യാതൊരു അനീതിയും ഉണ്ടാകില്ല. ഇന്നല്ലാഹ സരീഉൽ ഹിസാബ്, നിശ്ചയം അല്ലാഹു അതിവേഗം വിചാരണ പൂർത്തിയാക്കുന്നവനാണ്. വഅൻദിർഹും യൗമൽ അസിഫതി ഇദിൽ ഖുലൂബു ലദൽ ഹനാജിറി ഖാളിമീൻ മാലിൽ ളാലിമീന മിൻ ഹമീമിൻ വലാ ശഫീഇൻ യുതാ. വഅൻദിർഹും യൗമൽ അസിഫതി, നബിയെ, അവർക്ക് ആസന്ന സംഭവത്തിൻ്റെ ദിവസത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകണം. ഇതിൽ കുലൂബു ലദൽ ഹനാജിരി കാളിമീൻ, അതായത് കുലൂബ് ഹൃദയങ്ങൾ, ലദൽ ഹനാജിരി കാളിമീൻ, ദുഃഖത്താൽ ശ്വാസം പിടിച്ചവരായി ഹൃദയങ്ങൾ തൊണ്ടക്കുഴിയുടെ അടുത്തെത്തുന്ന അവസരം. ആ ദിവസത്തെക്കുറിച്ച് അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കണം. മാലിൽ വാലിമീന, അന്ന് അക്രമികളായ ആളുകൾക്കുണ്ടാവില്ല. മിൻ ഹമീമിൻ, ഒരു ഉറ്റ സ്നേഹിതനും ഉണ്ടാകില്ല. വലാ ശഫീഇൻ യുതാ, സ്വീകാര്യനായ ഒരു ശുപാർശ ചെയ്യുന്ന ആളും ഉണ്ടാകില്ല.
അവർക്ക് ആസന്ന സംഭവത്തിൻ്റെ ദിവസത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകണം നബിയെ. അതായത് അവർ ദുഃഖത്താൽ ശ്വാസം അടക്കി പിടിച്ചവരായി ഹൃദയങ്ങൾ തൊണ്ടക്കുഴികളുടെ അടുത്തെത്തുന്ന അവസരത്തെക്കുറിച്ച് അക്രമികളായ മനുഷ്യർക്ക് യാതൊരു അടുത്ത സ്നേഹിതനും ഉണ്ടാവില്ല, സ്വീകാര്യമായ ഒരു ശുപാർശകനും ഉണ്ടാകില്ല. ആ ദിവസത്തെക്കുറിച്ച് അവർക്ക് മുന്നറിയിപ്പ് നൽകാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഈ ആയത്തിലൂടെ ഖുർആൻ പറയുന്നത്. യഅ്ലമു ഖായിനത്തൽ അയ്യുനി വമാ തുഖ്ഫിസ് സുദൂർ. യഅ്ലമു, അവൻ അറിയുന്നു, അല്ലാഹു അറിയുന്നു. ഖായിനത്തൽ അയ്യുനി, കണ്ണുകളുടെ കട്ടുനോട്ടം. വമാ തുഖ്ഫിസ് സുദൂർ, ഹൃദയത്തിൽ മറച്ചു വെച്ചതും. ഹൃദയത്തിൽ മറച്ചു വെച്ചതും കണ്ണുകളുടെ കട്ടുനോട്ടം വരെ അറിയാൻ കഴിയുന്നവനാണ് അല്ലാഹു. ഈ 19-ാം ആയത്തോടു കൂടി ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അള്ളാഹു ഖുർആൻ വഴി നടത്തുന്ന സജ്ജനങ്ങൾ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. വാഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പിന്നെ എല്ലാവരോടും മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഉസ്താദുമാരായാലും വിദേശത്തുള്ളവരായാലും അതുപോലെ നാട്ടിൽ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർ വല്ലവരുമുണ്ടെങ്കിൽ നമ്മുടെ പുതിയൊരു പ്രൊജക്റ്റ് ഉണ്ട്. സാൽപാക്ക് ട്രേഡ് ലിങ്ക് എന്ന പേരിൽ ഓർഗാനിക് ചായപ്പൊടി വിൽപ്പന, അതിൻ്റെ മാർക്കറ്റിംഗ് ആണ് ഞങ്ങൾ ടീം വർക്കായി ചെയ്യുന്നത്. 1000 രൂപ വീതം മിനിമം മുതൽ മുടക്കുന്നവർക്ക് അതിൽ പങ്കാളികളാകാം. അതിന് ഒരുപാട് ഓഫറുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പദ്ധതിയാണ്. മാസം എന്തായാലും ഒരു സുരക്ഷിതമായ ഒരു വരുമാനം ഉറപ്പുവരുത്താൻ കഴിയുന്നതാണ്. എല്ലാവർക്കും സഹകരിക്കാം. തികച്ചും ഹലാലായ രീതിയിൽ തന്നെ മതവിശ്വാസവും ബിസിനസ്സിൻ്റെ സത്യസന്ധതയും ഉൾക്കൊണ്ടുകൊണ്ട് നടത്തുന്ന സംരംഭമാണ്. ആരുടെയും മുടക്ക് മുതലോ മറ്റൊന്നും അന്യായമായിട്ട് നഷ്ടപ്പെട്ടു പോവില്ല എന്ന് മാത്രമല്ല, എല്ലാത്തിനും ഉത്തരവാദിത്വവും ഗ്യാരണ്ടി ഉള്ളതോടൊപ്പം തന്നെ എല്ലാവർക്കും ശുദ്ധമായ ചായ കുടിക്കാനും അവസരം കിട്ടും. കാരണം നമുക്കറിയാം, ചായപ്പൊടി എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലാഭകരമായിട്ടുള്ളൊരു ബിസിനസ്സാണ്. എല്ലാവരും പലരും ഏറ്റെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഓർഗാനിക് ചായപ്പൊടി എന്ന് പറയുമ്പോൾ കെമിക്കലും മായമൊന്നും ചേരാത്ത ഒരു ചായപ്പൊടിയുമായിട്ട് ബന്ധപ്പെട്ട സംരംഭമാണ്. സ്ക്രീനിലെ നമ്പറിൽ ബന്ധപ്പെട്ട് എല്ലാവർക്കും അതുമായി കോർഡിനേറ്റ് ചെയ്യാവുന്നതാണ്.